വഖാഫ് സത്യവാങ്മൂലം നൽകിയതിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് സെക്രട്ടറിക്ക് വഖാഫിന്റെ കൂടി ചുമതലയുണ്ട്. അതിനാലാണ് അത്തരത്തിലൊരു സംശയം ഉയർന്നത്. റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്നും AP അനിൽകുമാർ പറഞ്ഞു. ഈ റവന്യൂ സെക്രട്ടറി ഈ വഖഫിന്റെ വിഷയത്തിൽ സർക്കാർ അറിയാതെയാണോ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്? പരാതിക്കാരന് അനുകൂലമായിട്ടുള്ള നിലപാടൊന്നും സ്വീകരിച്ചതെന്നുള്ള ആക്ഷേപമാണ് വരുന്നത്. അത് റവന്യൂ മന്ത്രിയുടെ അറിവില്ലാതെയാണോ അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്? വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അഫിഡവിറ്റ് നൽകുന്ന സമയത്ത് അതത് വകുപ്പുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് റവന്യൂ സെക്രട്ടറിയോ റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് വകുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ അഫിഡവിറ്റ് നൽകേണ്ടത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അഫിഡവിറ്റ് നൽകിയിട്ടുള്ളത്. അതിൽ വേറൊരു കൺഫ്യൂഷന് ഒരു കാര്യമില്ല. അതിനകത്ത് അണ്ടർ സെക്രട്ടറി റവന്യൂ എന്ന് പറയുന്നത് അവർ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ അവരുടെ കീഴിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്. യഥാർത്ഥത്തിൽ ഇത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട വകുപ്പ് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. റവന്യൂ വകുപ്പിനല്ല അതിന്റെ ഉത്തരവാദിത്വം. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ലോകകപ്പ് ആവേശം ഇത്തവണ ബിഗ് സ്ക്രീനിലായാലോ? അതെ, റെഡി കാശ് ആവശ്യമില്ലാത്തതിന് 20% മാത്രം ആദ്യം നിലയ്ക്കൊണ്ട് ഇഷ്ടമുള്ള TV ഇനി പർച്ചേസ് ചെയ്യാം. ഈ ഫുട്ബോൾ പൂരം അതിന്റെ ആവേശം ഒട്ടും ചോരാത്തിന് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ഇതാ 4K TVകൾ. അപ്പൊ ഇനി അതിന്റെ ബാക്കി തുകയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു പലിശരഹിത മാസത്തവണയും. അപ്പോൾ നിങ്ങളുടെ TV അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കൂ ബേയ്മെന്റിലേക്ക്. Making it easy. Valanjeri. Phone 9526 001 003.